എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാരങ്ങ അച്ചാർ, അത് അടുക്കളയില്ലാത്ത വേവിക്കാത്തൊരു നാരങ്ങ അച്ചാറാണ്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം 1 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതുപോലെ മുറിച്ചെടുത്തു. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ: ഉപ്പ്, കാന്താരി മുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. ബാക്കി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഒരു ഭരണി കഴുകി വെയിലത്ത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാനെടുത്ത കഴുകി ഉണങ്ങാൻ വെച്ചിരുന്ന ഭരണി. അപ്പോൾ ഇത് ഇഞ്ചിയാണ്. ഇഞ്ചിയും തൊലി കളഞ്ഞ് അതിൻ്റെ വെള്ളം ഒന്ന് വലിയട്ടെ എന്നോർത്തുകൊണ്ട് വെയിലത്തോട്ട് വെച്ചതാണ്. അപ്പോൾ ഇതെടുത്തുകൊണ്ട് ഇതും കൂടെ നമുക്ക് അരിഞ്ഞ് ഈ ഭരണിക്കകത്തോട്ട് അരിഞ്ഞതെല്ലാം കൂടെ ആക്കണം. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ, 1 ലെയർ. ഇനി കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, കുറച്ച് കാന്താരി മുളക്, വീണ്ടും നാരങ്ങ. നമ്മൾ അവസാനം നന്നായിട്ട് കുലുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ 1 കിലോ നാരങ്ങ മേടിച്ച്, അതിനകത്തു നിന്നൊരു 3-4 എണ്ണമൊക്കെ പോയി കാണും. അപ്പോൾ ഒരു 10-16 നാരങ്ങ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഇതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കാന്താരി മുളക്, കുറച്ച് ഇഞ്ചി. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും ഇതുപോലെ മുഴുവൻ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. മുഴുവനും ഭരണിക്കകത്താക്കി കേട്ടോ. അത് ഭരണിയുടെ ഒരു 4-1 ഭാഗത്തേ ആയിട്ടുള്ളൂ. ഇതൊരു 4 കിലോ കൊള്ളുന്ന ഭരണിയാണ്. ഇനി നമുക്കിത് ഭരണി നന്നായിട്ട് കാറ്റ് കയറാതെ അടച്ചു വയ്ക്കുക. എന്നിട്ട് ഭരണി മുഴുവനോടെ നമ്മൾ പിടിച്ച് കുലുക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ വെയിലത്ത് വെക്കണം. വെയിലത്ത് വെക്കാൻ നേരം കുലുക്കണം. തിരിച്ച് സമയം കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഓർക്കുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് കുലുക്കാം. ഇല്ലെങ്കിൽ വൈകുന്നേരം എടുക്കുമ്പോഴും അതുപോലെ തന്നെ നന്നായിട്ട് കുലുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുലുക്കാം. നന്നായിട്ട് ഇത് കുലുക്കണം. ഇതുണ്ടോ, കുലുക്കിപ്പോൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ അലുത്ത് തുടങ്ങിയിട്ടുണ്ട്. നാരങ്ങ നീരും ഉപ്പ് നീരും കൂടെ. ഉപ്പിൻ്റെ നീര് അലുപ്പലുത്ത് ഇനി നമുക്ക് വെയിലത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പം നമ്മുടെ ഭരണി ഞാൻ അതുകൊണ്ട് ഇങ്ങനെ നല്ല വെയിലുള്ളിടത്ത് കൊണ്ടുപോയി, വെയിലായതുകൊണ്ട് എനിക്ക് കാണത്തില്ല, തണലത്ത് വന്ന് കഴിയുമ്പോൾ കാണാമായിരിക്കും. അപ്പോൾ ഇത് വെയിലത്ത് വെച്ചു. ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കണം. 7 ദിവസം നമ്മളിങ്ങനെ വെയിൽ കൊള്ളിക്കണം. ഇപ്പോൾ കണ്ടോ, എൻ്റെ മുകളിൽ വരെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഭരണി എടുത്തിരിക്കുന്നത്. ചെറിയ ഭരണിയാണെങ്കിൽ അടപ്പ് കൊണ്ട് ഇത് നിഴൽ കൊണ്ട് വരില്ല. അപ്പം ഇതിന് നമുക്ക് കുറച്ച് നാരങ്ങ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇടയുള്ളൊരു ഭരണി എടുക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് 7 ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും വെയിലത്ത് ഇങ്ങനെ വെക്കണം. വൈകുന്നേരമായി, വെയിൽ പോയി. ഒരു 1-ാമത്തെ ദിവസത്തിൻ്റെ അവസാനം നാരങ്ങയുടെ കളറും ഇഞ്ചിയുടെ കളറും ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി നാളെയും ഇതേപോലെ ചെയ്യാം. 2-ാം ദിവസം രാവിലെ വീണ്ടും വെയിലത്ത് വയ്ക്കുന്നു. ഇന്ന് നമ്മുടെ നാരങ്ങ വെയിലത്ത് വെച്ചിട്ട് ഭരണിക്കകത്താക്കിയിട്ട് 5 ദിവസം, 5-ാം ദിവസമാണ്. ഇന്ന് വെയിൽ കുറവാണ്, എങ്കിലും ഞാനത് വെയിലത്ത് തന്നെ, മുറ്റത്ത് തന്നെ വെച്ചേക്കാം. വെയിൽ തെളിയുമെന്ന പ്രതീക്ഷയിൽ. എനിക്ക് അതിൻ്റെ കളറെല്ലാം മാറി. ഇനി നമുക്ക് 1 ദിവസം 2 ദിവസം കൂടെ വെച്ച് കഴിഞ്ഞാൽ എടുത്ത് അല്പം കടുക് പൊടിയും ഉലുവ പൊടിയും വെക്കാം. അപ്പോൾ നാളെ ഉലുവായും കടുക് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കണം. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ നാരങ്ങ ഇപ്പോൾ 7 ദിവസം വെയിലത്ത് വെച്ചിട്ട് എടുത്തതാണ്. സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. സംഭവം തുറന്നപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു നല്ല അച്ചാറിൻ്റെ ഒരു പുളിയുടെയൊക്കെ. ഇനി ഞാനിവിടെ കുറച്ച് ഉലുവായും കടുകും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഒന്നും പൊടിച്ചില്ല, ഒന്ന് തരിതരിയായിട്ട്. ഇതും കൂടെ ചേർത്ത്
ഈ പാത്രത്തിലേക്ക് നമുക്കിതിനെ മാറ്റണം. അപ്പോൾ ഈ വലിയ ഭരണിക്ക് അത് നിറച്ച് വേണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ഉലുവായിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് കുറേശ്ശെ കുടഞ്ഞിട്ടിട്ട് ഈ ഭരണിക്കകത്തോട്ട് മാറ്റുവാണ്. മുഴുവനായിട്ടും ഒറ്റയടിക്ക് ചെറിയ ചീനച്ചട്ടിയല്ല, അതിനകത്ത് കൊള്ളൂല്ലായിരുന്നു. അപ്പം രണ്ടാമതെടുത്തപ്പോഴാണ് നല്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ടോ, അതിനൊരു നല്ലൊരു അലിഞ്ഞിട്ട് നല്ല കൊഴുത്ത നാരങ്ങാനീരുണ്ട് ഇതിനകത്ത്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മുളക് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ കാന്താരി മുളക് വേണം ഇടായിരുന്നു. ഇതിന് എരിവ് മാത്രം അധികമില്ല. ബാക്കി ഉപ്പ്, ഇഞ്ചിയുടെ ടേസ്റ്റ്, വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഉണ്ട്. മുളക് അല്പം കുറവാണ്. ഇനി ഞാൻ ഇതും കൂടെ ഈ ഭരണിക്കകത്തോട്ടാക്കിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാൻ പോവുകയാണ് ഇതിൻ്റെ മുകളിൽ. ഇതങ്ങ് കുടഞ്ഞിട്ട് കഴിയുമ്പം ഈ പാത്രത്തെ പറ്റിയിരിക്കുന്ന ഈ ഒരു ചാറുണ്ടല്ലോ, ഇതിനാണ് അപാര ടേസ്റ്റ്. ഇഞ്ചി, ഉപ്പും വെളുത്തുള്ളി എല്ലാം കൂടെ ചേർന്നിട്ട്. ഇനി ഉലുവായും കായടകും ചേർത്തുകൊണ്ട് അതിൻ്റേതായ ഒരു കൊഴുപ്പുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചാറിന്. അപ്പോൾ ഇതിവിടെ ഒരു കുറച്ച് ദിവസം ഇരുന്ന് ഇതിപ്പം കുറച്ചും കൂടെ അലിഞ്ഞ് ഇനിയിപ്പം കേടാകുമൊന്നുമില്ല, തന്നെ ഇരുന്ന് അലിയുമല്ലോ. അപ്പോഴത്തേനും ഇതിൻ്റെ ഇടയ്ക്ക് കാറ്റ് കയറിയെങ്കിലും പോകും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ പിന്നെ അച്ചാറെടുത്ത് വെക്കുമ്പം നന്നായിട്ട് ഇടയ്ക്ക് കാറ്റില്ലാത്ത പോലെ നിറച്ച് വെക്കണം കേട്ടോ. ഇതിൻ്റെ നാരങ്ങയുടെ ഇടയ്ക്ക് എയർ നിൽക്കരുത്. എയർ നിൽക്കാതെ നമുക്ക് ഇത് നല്ലപോലെ ആദ്യം നിറയ്ക്കുമ്പോൾ തന്നെ ആദ്യം ഇട്ടപ്പോഴും ഇങ്ങനെ ഒന്ന് ചെയ്തു, അത് കഴിഞ്ഞ് ഇപ്പോൾ ഇട്ടപ്പോഴും ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നല്ലെണ്ണയും കൂടെ ഒഴിച്ച് വെക്കുകയാണ്. ഈ ചാറ് ഞാൻ ഒഴിക്കുന്നില്ല, ഇത് എനിക്ക് ഇന്ന് ചോറിന് കൂട്ടണം. ഇതിൻ്റെ മുകളിൽ ഇത് കുറച്ച് നല്ലെണ്ണ എല്ലായിടത്തും വരാൻ പാകത്തിനും ഒഴിച്ചു. ഇനി നമുക്ക് പാത്രവും ഉണങ്ങിയ പാത്രമാണ്, ഇതുകൊണ്ട് അടച്ചു. വേണമെങ്കിൽ ഒരു തുണി കെട്ടി വെച്ചിട്ട് അടയ്ക്കാം. ഒരാഴ്ച ഇത് അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ റെഡിയാകും. ഇതിനൊട്ടും കയ്പൊന്നുമില്ല കേട്ടോ, നല്ല പുളി തന്നെയാണ്. നമ്മൾ ഒരമണിക്കൂർ അടുപ്പിലിട്ട് തിളപ്പിക്കുന്ന ഒരു അലിച്ചിലുണ്ട്. അതിൻ്റെ തൊണ്ടൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വെയിൽ കൊണ്ടിട്ട് പോലും, ഈ വെയിൽ കൊണ്ട് അടച്ചിരിക്കുമല്ലേ, വെയിലും കൂടെ കൊണ്ടപ്പം ഗുണമൊട്ടും നഷ്ടപ്പെട്ടുമില്ല, നന്നായിട്ട് അലിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളും ഇതുപോലെ വീട്ടിലെല്ലാം സമയം ഒരു 7 ദിവസം വീട്ടിൽ ആൾക്കാർ വേണം എല്ലാ ദിവസവും രാവിലെ ഒന്ന് എടുത്ത് വയ്ക്കാനും തിരിച്ചെടുത്ത് വയ്ക്കാനും ഇടയ്ക്കൊന്ന് കുലുക്കാനും. അങ്ങനെ വീട്ടിലൊരാഴ്ച ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു നാരങ്ങ അച്ചാർ വേവിക്കാതെ, അപ്പോൾ ഒട്ടും വിറ്റമിൻ സി ചൂടാകുമ്പോൾ നഷ്ടപ്പെടുമല്ലോ, ഒട്ടും വിറ്റമിൻ സി നഷ്ടപ്പെടാത്തൊരു നാരങ്ങ അച്ചാറാണ്. അതുകൊണ്ടായിരിക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം സമയമുള്ളവർ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.